പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടേതുൾപ്പെടെ ഡിഗ്രി രേഖകൾ കാണിക്കണമെന്ന വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് ഡൽഹി ഹൈക്കോടതി റദ്ദാക്കി. കമ്മീഷൻ ഉത്തരവിനെതിരെ ഡൽഹി സർവകലാശാലയാണ് ഹർജി നൽകിയത്. ഡി ധനസുബോധ വിവരങ്ങൾ നൽകാൻ അയച്ചിരുന്നുണ്ട്. ധനസുബോധ, ഈ വിഷയം ഏറെ ചർച്ച ചെയ്യപ്പെട്ടൊരു കാര്യമായിരുന്നു. ഇപ്പോൾ എന്താണ് കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന നടപടി? അമൃത പറഞ്ഞ പോലെ തന്നെ രാജ്യം ഏറെക്കാലമായി ചർച്ച ചെയ്യുന്ന ഒരു കേസിൽ ഇപ്പോൾ ഡൽഹി ഹൈക്കോടതിയിൽ നിന്നും വിധിയുണ്ടായിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടേതടക്കം ഉള്ള 1978 ഡിഗ്രിയുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും പുറത്തുവിടേണ്ട എന്നുള്ള ഒരു തീരുമാനം തന്നെയാണ് ഇപ്പോൾ ഡൽഹി ഹൈക്കോടതിയിൽ നിന്നുണ്ടായത്. 2016 ഡിസംബർ 21 കേന്ദ്ര വിവരാവകാശ കമ്മീഷണറുടെ ഒരു നിർണായകമായിട്ടുള്ള ഉത്തരവുണ്ടായിരുന്നത്. ഈ ഉത്തരവ് പ്രകാരം നീരജ് എന്ന വിവരാവകാശ പ്രവർത്തകന് 1978 ഡൽഹി സർവകലാശാലയിലെ എല്ലാവരുടെയും ബിരുദ രജിസ്ട്രേഷൻ സംബന്ധിച്ച വിവരങ്ങൾ പോയി അവിടെ പരിശോധിക്കാൻ അനുമതി കൊടുത്തിരുന്നു. ഇതിനെതിരെയാണ് ഡൽഹി സർവകലാശാല ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. 2017 സമർപ്പിച്ച ആ ഹർജിയുടെ അടിസ്ഥാനത്തിൽ ഒരു കാരണവശാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവരുടെ വിവരങ്ങൾ നൽകാനാവില്ല എന്ന നിലപാട് തന്നെയായിരുന്നു സ്വീകരിച്ചിരുന്നത്. മറിച്ച് കോടതിയിൽ വേണമെങ്കിൽ ഇതെല്ലാം കാണിക്കാം, മറിച്ച് ഇതൊരു സ്വകാര്യതയാണ്. ഒരാളുടെ ഡിഗ്രി വിവരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതൊരിക്കലും വിവരാവകാശ പ്രകാരം ഒരാൾ പരാതി നൽകിയാൽ അതിനനുസരിച്ച് ഉത്തരവിട്ടതനുസരിച്ച് കാണിച്ചു നൽകാനുള്ളതല്ല എന്നുള്ള ഒരു വാദം തന്നെയായിരുന്നു ഡൽഹി സർവകലാശാല ഉന്നയിച്ചിരുന്നത്. ഈ വാദം ഇപ്പോൾ ശരിവച്ചിരിക്കുകയാണ്. അങ്ങനെ 2016 കേന്ദ്ര വിവരാവകാശ കമ്മീഷണറുടെ ഉത്തരവ് ഇപ്പോൾ ഡൽഹി ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഈ വിഷയത്തിൽ ഒന്നും തന്നെ ചെയ്യാനില്ല എന്നാണോ ധനസുബോധ? ഇനിയിപ്പോൾ വിവരാവകാശ പ്രവർത്തകന് വേണമെങ്കിൽ അപ്പീൽ നൽകാം, സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകാം. കാര്യം അദ്ദേഹം നിരന്തരം ചൂണ്ടിക്കാട്ടുന്നത് ഒരാളുടെ ഡിഗ്രി സംബന്ധിച്ച കാര്യങ്ങളെല്ലാം ഒരു പരസ്യമാക്കേണ്ടത് തന്നെയാണ്, അല്ലാതെ അതിനകത്തൊരു സ്വകാര്യതയില്ല. കാര്യം ഒരു സർവകലാശാല പ്രവർത്തിക്കുന്നത് ഒരു സർക്കാരിന്റെ പണം കൊണ്ടാണ്, സർക്കാർ ഖജനാവിൽ നിന്നുള്ള പണം ഉപയോഗിച്ച് തന്നെയാണ് ഈ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നത്. അപ്പോൾ സ്വാഭാവികമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബിരുദ സർട്ടിഫിക്കറ്റ് മാത്രമായി കാണിച്ചു തരണം എന്നുള്ള ഒരു വാദമല്ല ഉയർത്തുന്നത്. ആ സമയത്ത് 1978 അദ്ദേഹം ദില്ലി സർവകലാശാലയിൽ നിന്നും ബിരുദം പൂർത്തിയായത്. മാത്രമല്ല അദ്ദേഹത്തിന്റെ ബിരുദ സർട്ടിഫിക്കറ്റ് എന്ന രീതിയിൽ ഇതിനകം തന്നെ BJP പ്രവർത്തകരടക്കം നേരത്തെ വാട്സപ്പിലും വെബ്സൈറ്റിലുമൊക്കെ അവർ അദ്ദേഹത്തിന്റെ സർട്ടിഫിക്കറ്റ് എന്ന രീതിയിൽ ഒരു സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിരുന്നു, അവർ ചൂണ്ടിക്കാട്ടിയിരുന്നു. പക്ഷേ ഈ തരത്തിലുള്ള ഒരു ബിരുദ സർട്ടിഫിക്കറ്റ് അന്ന് അതൊന്നും ശരിയല്ല, ആ തരത്തിലുള്ള ബിരുദ സർട്ടിഫിക്കറ്റ് അല്ല 1978 നൽകിയിരുന്നത് എന്നുള്ള ഒരു വാദം തന്നെ ഒന്നും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ബിരുദ സർട്ടിഫിക്കറ്റ് യഥാർത്ഥ ബിരുദം തന്നെയാണോ മോഡിക്ക് ഉള്ളത് എന്നുള്ളത് പരിശോധിക്കാൻ വേണ്ടിയാണ് 1978 അന്ന് ആ അപേക്ഷ നൽകിയിരുന്ന അവിടെ പഠിച്ചിരുന്ന എല്ലാവരുടെയും ഒരു ബിരുദവുമായി ബന്ധപ്പെട്ട രജിസ്ട്രേഷൻ നടപടികൾ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ രേഖകൾ പരിശോധിക്കാനുള്ള ഒരു അനുമതി നൽകണം എന്ന് നീരജ് ആവശ്യപ്പെട്ടിരുന്നത്. അതനുസരിച്ച് തന്നെയാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ചൂണ്ടിക്കാണിച്ചത് ഇത് ഒരാളുടെ സ്വകാര്യതയെ ബാധിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മോദിയുടേത് ഉൾപ്പെടെയുള്ള എല്ലാ ബിരുദ സർട്ടിഫിക്കറ്റുകളും അല്ലെങ്കിൽ ബിരുദ രജിസ്ട്രേഷനുകളും പരിശോധിക്കാൻ അനുവാദം നൽകിയിരുന്നത്. പക്ഷേ ഇതിനെതിരെയാണ് ഡൽഹി ഹൈക്കോടതി ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായി അപ്പീലുമായി സുപ്രീം കോടതിയിൽ പോകാം. തന്റെ അവകാശവാദങ്ങളെല്ലാം നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്, ഇത് സ്വകാര്യതയല്ല എന്ന് ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിക്കാം. പക്ഷേ സുപ്രീം കോടതി ഇനി ഏത് തരത്തിലാണ് ഇതിനകത്ത് ഒരു അപ്പീൽ നൽകുന്ന കാര്യം സാധാരണ ഒരു 90 ദിവസത്തിനുള്ളിൽ തന്നെ വിധി പകർപ്പ് കിട്ടിയാൽ ഉടൻ തന്നെയാണ് സുപ്രീം കോടതിയിലേക്ക് അപേക്ഷ നൽകേണ്ടത്, ഹർജി നൽകേണ്ടത്. ഈ അപ്പീലുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇത് വരും മണിക്കൂറുകൾ മാത്രമാണ്. ഹർജിക്കാരന്റെ നിലപാട് എന്താണ് എന്നുള്ളൊരു കാര്യം ഈ വിവരാവകാശ രേഖ പ്രകാരമാണല്ലോ ഈ ഹർജിക്കാരൻ കോടതിയെ സമീപിച്ചത്. അപ്പോൾ ഇത് കൊടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് മറ്റെന്തെങ്കിലും നിരീക്ഷണങ്ങളോ മറ്റോ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായോ? കോടതി ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഇതുവരെ ഈ ഡൽഹി സർവകലാശാല ഉന്നയിച്ച വാദമുഖങ്ങളെല്ലാം ശരിവച്ചിരിക്കുകയാണ്. കാര്യം ഈ വാദമുഖങ്ങളിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഇതൊരു സ്വകാര്യ രേഖയാണ്, അല്ലാതെ ഒരു പരസ്യം
ആളെ കാണിക്കേണ്ട അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ഒരാളെ കാണിക്കേണ്ട രേഖയല്ല, മറിച്ച് കോടതിക്ക് വേണമെങ്കിൽ ഈ രേഖകളെല്ലാം പരിശോധിക്കാം. കോടതി ഇതിലെല്ലാം ഈ കോടതിയിൽ ഈ രേഖകളെല്ലാം സമർപ്പിക്കാൻ തയ്യാറാണ് എന്നുള്ളൊരു കാര്യം സോളിസിറ്റർ ജനറൽ തന്നെയാണ് നേരിട്ട് വന്ന് ഹാജരായത്. കാര്യം അന്ന് തന്നെ സോളിസിറ്റർ ജനറലിനെ പോലെ കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കും വേണ്ടി ഹാജരാകുന്ന ഒരു മുതിർന്ന അഭിഭാഷകൻ തുഷാർ മേത്ത എന്താണ് ഈ ഡൽഹി സർവകലാശാലയ്ക്ക് വേണ്ടി, അതും ഡൽഹി ഹൈക്കോടതിയിൽ വന്ന് ഹാജരായി എന്നുള്ളൊരു കാര്യം അന്ന് തന്നെ വലിയ തരത്തിലുള്ള ഒരു ചോദ്യം ഉയർന്നതായിരുന്നു. പക്ഷേ തന്റെ സർവ്വശക്തി ഉപയോഗിച്ച് തന്നെയാണ് ഈ മോദി ഉൾപ്പെടെയുള്ള ആളുകളുടെ ഈ ബിരുദ സർട്ടിഫിക്കറ്റുകൾ അല്ലെങ്കിൽ ബിരുദവുമായി രജിസ്ട്രേഷൻ രീതികൾ, അതിന്റെ രേഖകൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടി തുഷാർ മേത്ത ശ്രമിച്ചിരുന്നത്. ആ ശ്രമങ്ങൾ ഇപ്പോൾ വിജയം കണ്ടിരിക്കുകയാണ്. മോദി ഉൾപ്പെടെയുള്ള ആരുടെയും ബിരുദവുമായി ബന്ധപ്പെട്ട ഒരു വിവരവും പുറത്തു കൊടുക്കേണ്ടതില്ല എന്നുള്ള ഒരു ഉത്തരവ് തന്നെയാണ് ഡൽഹി ഹൈക്കോടതിയിൽ നിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ തുടക്കം തൊട്ട് തന്നെ പ്രധാനമന്ത്രിയുടെ ഉൾപ്പെടെ വിദ്യാഭ്യാസ രേഖകൾ അത് പുറത്തു വരാതിരിക്കാനുള്ള ശ്രമങ്ങൾ ഏത് രീതിയിൽ നടക്കുന്നുണ്ടെന്ന് നമുക്ക് അറിയാൻ തന്നെയാണ്. ധനസുമോദ്, ഇനിയിപ്പോൾ ഈ ഹർജിക്കാരൻ, പരാതിക്കാരൻ സുപ്രീം കോടതിയെ സമീപിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് അനുകൂലമാകാനുള്ള സാധ്യത എത്രത്തോളമാണ്? അപ്പോൾ അത് സുപ്രീം കോടതി വാദമുഖങ്ങൾ നിരത്തിയതിനു ശേഷം തന്നെയായിരിക്കും ഇക്കാര്യത്തിൽ തീരുമാനം ആകേണ്ടത്. കാര്യം ഇതുമായി ബന്ധപ്പെട്ട നേരത്തെ വിവരാവകാശ കമ്മീഷന്റെ അടുക്കലെത്തുകയും ആ തരത്തിലുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് കൊണ്ടുപോയത് നേരത്തെ ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാളാണ്. ഈ വാദങ്ങളുമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അദ്ദേഹത്തിന് ഗുജറാത്ത് ഹൈക്കോടതി പിഴയിടുക വരെയായിരുന്നു ചെയ്തത്. എന്തുകൊണ്ടാണ് ഈ മോദിയുടെ ബിരുദ സർട്ടിഫിക്കറ്റിന്റെ പിന്നാലെ ഇത്തരത്തിൽ പോകുന്നത്? അത് പബ്ലിസിറ്റി വെച്ചിട്ടാണ്, ഇതൊരു രാഷ്ട്രീയ ലക്ഷ്യം വെച്ചിട്ടാണ് എന്നുള്ള ഒരു തിരിച്ചടിയാണ് കോടതിയിൽ നിന്ന് പോലും അരവിന്ദ് കെജ്രിവാളിന് കിട്ടിയത്. മാത്രമല്ല ഇതിപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബിരുദ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട വിധിയാണുള്ളത്. അദ്ദേഹത്തിന്റെ PG എൻറ്റയർ പൊളിറ്റിക്കൽ സയൻസ് ഉൾപ്പെടെയുള്ള ഈ PGയും അതിന്റെ സർട്ടിഫിക്കറ്റും ലഭ്യമല്ല എന്നുള്ള ഒരു വാദമുണ്ടായിരുന്നു. പക്ഷേ ഈ തരത്തിലുള്ള വാദങ്ങളെല്ലാം ആം ആദ്മി പാർട്ടിക്കാരും അതിന്റെ നേതാവായിട്ടുള്ള മുൻ മുഖ്യമന്ത്രിയും അരവിന്ദ് കെജ്രിവാൾ, അദ്ദേഹത്തെ ഈ പാർട്ടിയുടെ ദേശീയ കൺവീനറാണ്, അവർ ഉന്നയിക്കുമ്പോഴെല്ലാം തിരിച്ചടി തന്നെയായിരുന്നു ലഭിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിധി പരിശോധിച്ചതിന് ശേഷം മാത്രമായിരിക്കും വിധിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ലൂപ്പോൾ ഉണ്ടോ എന്നുള്ളൊരു കാര്യം പരിശോധിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഈ ഹർജിക്കാരൻ സുപ്രീം കോടതിയിലേക്ക് പോവുക. കാര്യം ഇദ്ദേഹം ഉന്നയിച്ച വാദമുഖങ്ങളിൽ പലതും വളരെ നിർണായകമായിട്ടുള്ള വാദമുഖങ്ങളായിരുന്നു. അദ്ദേഹം ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യം ഈ ഡിഗ്രി സർട്ടിഫിക്കറ്റ് എന്നുള്ളത് ഒരിക്കലും ഒരാളുടെ സ്വകാര്യതയല്ല, അത് മറ്റുള്ളവർക്ക് പരിശോധിക്കാനുള്ള ഒരു അവകാശമുണ്ട്. അതിന് കാരണമായി പറയുന്നത് ഈ സർവകലാശാലകളെല്ലാം പ്രവർത്തിക്കുന്നത് ഗവൺമെന്റ് ഫണ്ടിങ്ങിലാണ്. അപ്പോൾ സ്വാഭാവികമായും അവിടെ ഒരു ആരോപണം വരുമ്പോൾ അത് കൃത്യമായി അന്വേഷിച്ച് അറിയേണ്ടത് ഒരു പൗരന്റെ അവകാശം തന്നെയാണ്. ആ തരത്തിലുള്ള ഒരു അവകാശം തന്നെയായിരുന്നു 2016 ഡിസംബർ 21 കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ നൽകിയിരുന്നത്. പക്ഷേ അതിന് വിരുദ്ധമായിട്ടുള്ള ഒരു വിധിയാണ്. ആ തരത്തിലുള്ള ഒരു വിധി പുറപ്പെടുവിക്കാൻ കഴിയില്ല. ആ വിധി റദ്ദാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഡൽഹി ഹൈക്കോടതി പുതിയ വിധി വന്നിരിക്കുന്നത്. ഇത് ഒരു വർഷം മുമ്പായിരുന്നു ഇതിനകത്ത് വാദം പൂർത്തിയായിരുന്നത്. കഴിഞ്ഞ ഫെബ്രുവരിയിലായിരുന്നു വാദം പൂർത്തിയായിരുന്നത്. പിന്നീട് വിധി പറയാൻ മാറ്റിയിരിക്കുകയായിരുന്നു. ഒരു കഴിഞ്ഞ ആഴ്ചയും ഇത് വിധി പറയും എന്നായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷേ അന്ന് ജഡ്ജി ലീവിലായിരുന്നു. ഇന്ന് 2:30 വിധി പറയും എന്നാണ് കരുതിയിരുന്നത്. പക്ഷേ 3 മണി വരെയായി വിധി പുറത്തു വരാൻ. ഈ 3 മണിക്ക് പുറത്തു വന്ന വിധിയിലാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള ഈ വിവരങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്. മോദി ഉൾപ്പെടെയുള്ള ആരുടെയും 1978 ഡൽഹി സർവകലാശാലയിൽ ചേർന്ന ആരുടെയും ബിരുദവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു കൊടുക്കേണ്ടതില്ല എന്നുള്ള ഒരു വിധിയാണ് ഡൽഹി സർവകലാശാലയിൽ നിന്ന് വന്നിരിക്കുന്നത്, ഡൽഹി സർവകലാശാലയുടെ ഹർജിയിൽ വന്നിരിക്കുന്നത്. പ്രധാനമന്ത്രി മോദിയുടെ ബിരുദരേഖകൾ കാണിക്കണമെന്ന വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് ഇപ്പോൾ ഡൽഹി ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുകയാണ്. കമ്മീഷൻ ഉത്തരവിനെതിരെ ഡൽഹി സർവകലാശാലയാണ് ഈ ഒരു ഹർജി നൽകിയത്. വിവരങ്ങളാണ് ധനസുമോദ് പങ്കുവച്ചത്.